ഇന്ന് ഗോശാലയിൽ വളരെ സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. രാവിലെ 10 മണിയോട് കൂടിയിട്ട് മാതാവിന് ഒരു കുഞ്ഞുമോള് ജന്മമെടുത്തു. അനഘ എന്നാണ് അവൾക്ക് പേരിട്ടിരിക്കുന്നത്. ഗോമാതാവിൻ്റെ 108 നാമങ്ങളിൽ ഒരു നാമമാണ് അനഘ. നല്ല സുന്ദരി മോളാണ്. രാധാമാധവനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചെങ്കിൽ 2018 അഷ്ടമിരോഹിണി ദിവസം, അന്ന് ഗോശാല അയ്യന്തോള് നടക്കണ കാലത്തിൽ വീട്ടിൽ നിന്ന് രാവിലെ യോഗ ക്ലാസ്സിന് പോകാൻ ഇറങ്ങുമ്പോൾ പടിക്കൽ രാധയും നമ്മളുടെ ഒരു നന്ദികേശ്വരനുണ്ട് കാസർഗോഡ് കുള്ളൻ കൃഷ്ണനും കൂടി പടിക്കൽ ഈ മണം കേട്ടിട്ട്, ഗോശാലയുടെ മണം കേട്ടിട്ട് വന്ന് നിൽക്കുകയുണ്ടായി. ഞാൻ ഗേറ്റ് തുറന്നു കൊടുത്തതും അവർ ഗോശാലയിൽ കയറി നിന്നു. അന്ന് വെള്ളപ്പൊക്കം നടന്ന സമയമായതുകൊണ്ട് ഈ പശുക്കൾക്ക് ഇവരഴിച്ചു വിട്ട ആ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റിയില്ല. പിന്നീട് കൃഷ്ണനും രാധയും ഗോശാലയുടെ ഐശ്വര്യമായി തീർന്നു. രാധയുടെ 3ാമത്തെ കുട്ടിയാണ് അനഘ. തൃശ്ശൂർ പാർലിക്കാട് ജ്ഞാനാശ്രമത്തിൽ ഈ നന്ദിഗൗര ഗോശാലയിൽ 107ാമത്തെ അംഗമാണ് അനഘ. ഈ ഗോശാല ഒരുപാട് സന്മനസ്സുള്ളവർ സഹായിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഗോശാലയിലെ പാലും ഉൽപ്പന്നങ്ങൾ കൊണ്ടും അവിടുത്തെ ഭീമമായ ചിലവുകൾ നടക്കുന്നില്ല. 5-6 ഗോസേവകരും അവിടെ ജീവിതം കഴിച്ചു കൂട്ടുന്നു. നിങ്ങളെല്ലാവരും ഗോശാലയിലേക്ക് വരണം. ഈ മിണ്ടാപ്രാണികളെ കാണണം. പ്രദോഷ ദിനങ്ങളിൽ ഗോപൂജകൾ നടക്കുന്നുണ്ട്. വിശേഷ ദിവസങ്ങളിൽ പലരും ഗോപൂജ വഴിപാടായിട്ട് ഭക്ഷണം പശുക്കൾക്ക് നൽകുന്നുണ്ട്. ഈ ഗോശാലയുടെ ഒരു ഭാഗമായി എല്ലാ മാസവും നിങ്ങളാൽ സാധിക്കും വിധം യഥാശക്തി ഒരു ചെറിയ സഹായം മിണ്ടാപ്രാണികൾക്ക് ഭക്ഷണം കൊടുക്കാനും മഴക്കാലം വരുമ്പോൾ അവർക്ക് ആവശ്യമുള്ള താമസ സൗകര്യങ്ങൾ നടത്താനുമൊക്കെയായി ഞങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്തേ.